ഹലോ 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 പറയൂ. നിങ്ങൾ ആരാണ്? ഞാൻ എന്റെ അനിയനാണ്, പറഞ്ഞോ. ആരുടെ അനിയൻ? നിങ്ങളിപ്പോ വിളിച്ച ആളുടെ അനിയനാണ് ഞാൻ. എന്റെ ചേട്ടാ, ഞാൻ ഒരടവ് പെൻഡിങ് ഉള്ളൂ. എന്റെ വലിയ കുട്ടി ഇവിടെ കരയണം. പ്രായം കഴിഞ്ഞ കുട്ടികളോട് 3-4 പേര് കൂട്ടിട്ട് വന്നിട്ട് ഇവര് ഒറ്റ കാര്യം, ഞാൻ വർക്ക് ചെയ്യുന്ന പോലീസിലാണ്. ഓക്കെ, രണ്ടാമത്തെ കാര്യം, വീട്ടിൽ വന്നിട്ട് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകണ പോലെ നിൽക്കാൻ പറ്റില്ല. ഒരു ഓട്ടോക്കാർക്ക് പോകാൻ പറ്റില്ല. 4 ഞങ്ങൾ ഒരു പരിസരത്ത് ഇരിക്കുന്നതാണ്. 4 പേരും ആൾക്കാരും എത്രയോ കൊടുക്കാനുള്ള പോലെ വീട്ടിന്റെ ഉമ്മർത്ത് വന്ന് ഒറ്റിയും പറ്റിയും നോക്കുക. അങ്ങനത്തെ അവസ്ഥ നിങ്ങൾക്ക് വരുമ്പോഴത് അറിയുള്ളൂ. മനസ്സിലായില്ലേ? പ്രായം കഴിഞ്ഞ പെൺകുട്ടി ഇവിടെ ഇരിക്കുന്നതാണ്. 3-4 പേര് വീട്ടിന്റെ ഉമ്മർത്ത് വന്നിട്ട് ഒരടവ്. എന്റെ വീട് മാനൂരുണ്ട്. എന്റെ വീടിന്റെ മുന്നിൽ വന്നിട്ട് അത് പറഞ്ഞ കാര്യം ഇഷ്യൂ ഉണ്ടാക്കണ പോലെ അരമണിക്കൂർ 1 മണിക്കൂർ വീടിന്റെ മുന്നിൽ അത് നിങ്ങൾക്ക് പറയാനുള്ള അധികാരമില്ല. നിങ്ങളുടെ വീട്ടിന്റെ മുന്നിൽ പറഞ്ഞിട്ടുള്ളൂ, അല്ലാണ്ട് നിങ്ങളുടെ വീട്ടിന്റെ ഉള്ളിൽ കയറിയില്ല നിങ്ങൾക്ക് ഈ പറയേണ്ടത്. ഞങ്ങൾക്ക് അധികാരമുള്ളൂ. പ്രായപൂർത്തിയായ പെൺകുട്ടികൾ ഞങ്ങൾ വീട്ടിനുള്ളിൽ കയറിയിട്ടില്ല, വീട്ടിന്റെ ഉള്ളിൽ കയറിയിട്ടില്ല. നിങ്ങൾ പറ്റുകയാണെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് കോഴമന്നം പോലീസ് സ്റ്റേഷനിലേക്ക് വരിക. ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ വല്ല ബുദ്ധിമുട്ടുണ്ട് പറഞ്ഞ ഇപ്പൊ കോഴമന്നം സ്റ്റേഷനിലേക്ക് വരിക. നിങ്ങൾ നിങ്ങളുടെ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യാം. ഞങ്ങളുടെ വീടിന് മുന്നിൽ ഇന്ന ആൾക്കാർ വന്ന് നിന്നിട്ടുണ്ട് വേണ്ടി നിങ്ങൾക്ക് കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യാം. അതൊന്നും ഞങ്ങൾക്ക് ബാധകമല്ല. 1 രൂപയാണെങ്കിൽ 1 രൂപ നിങ്ങൾ കടം കൊടുക്കാനില്ലേ? അല്ല, ഞങ്ങൾ കൊടുക്കാനുണ്ട്. അത് ഞാൻ അടയ്ക്കും. ഞാനില്ലേ ഇവിടെ സംസാരിക്കേണ്ട കാര്യമില്ല. എന്റെ പെൺകുട്ടി നിങ്ങളുടെ പെൺകുട്ടി കരയണത്, നിങ്ങളുടെ പ്രായം കഴിഞ്ഞ പെൺകുട്ടികൾ വീട്ടിലുണ്ടാകുമ്പോ നിങ്ങൾ പിന്നെ എവിടെ പോയി കിടക്കുക? എനിക്ക് വീട്ടിലിരിക്കാൻ പറ്റുമോ? നിങ്ങളുടെ പണിക്ക് നിങ്ങൾ പോയില്ല, അപ്പൊ ഞങ്ങളുടെ പണിക്ക് ഞങ്ങൾ പോണ്ടേ? ശരി, അത് ശരി. എന്നെ വിളിച്ചിട്ട് എന്റെ അടുത്ത് സംസാരിക്കണം. വീടിന്റെ ഉമ്മർത്ത് അരമണിക്കൂർ നിന്നിട്ട് വീട്ടിന്റെ മുന്നില് അത് നിങ്ങൾ തീരുമാനിക്കേണ്ട ആവശ്യമില്ല. ഞങ്ങൾക്ക് ഇവിടെ ഇരിക്കണ്ടേ? നിങ്ങൾ അവിടെ വന്ന സമയത്ത് നിങ്ങൾ അവിടെ ഉണ്ടായിരുന്നോ? ഇല്ല, ഞാനില്ല പറഞ്ഞ എന്നെ വിളിക്കാലോ. ഇവർക്ക് ഈ വീടിന്റെ മുമ്പത്ത് ഇങ്ങനെ കുത്തി നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. എത്ര നേരമാണ് സമാധാനമില്ലാണ്ട് എനിക്ക് അവിടെ പ്രഷർ. എന്റെ മകൾ ഒരേ കരച്ചല്. നിങ്ങളുടെ വീട്ടിന്റെ ഉള്ളിൽ കയറി വന്നിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ കാണിച്ചത്, അല്ലെങ്കിൽ ഞങ്ങൾ ഈ വീട്ടിന്റെ ഉള്ളിലേക്ക് വീട്ടിന്റെ ഉള്ളിൽ കയറി വന്ന് സംസാരിക്കാൻ ഞങ്ങൾക്ക് വിഷയമല്ല. ആൾക്കാരിനെ നാട്ടിച്ചിട്ട് പോണവര് ആൾക്കാർ എത്രയോ കൊടുക്കാണ്ട് പറഞ്ഞ പോലെയാണ് ആൾക്കാര് ഇരിക്കുക. നിങ്ങൾ അതൊന്നും നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ വീട്ടിലേക്ക് ഉള്ളിലേക്ക് കയറി വന്നിട്ടില്ല. നിങ്ങളുടെ വീട്ടിന് പുറത്ത് തന്നെ നിന്നിരിക്കുന്നത്. ഞാൻ ഇതുവരെ കറക്റ്റായിട്ട് അടവടക്കുന്ന ഒരു വ്യക്തിയാണ്. അവിടെ നിങ്ങളുടെ ഭർത്താവ് ഉണ്ടായിരുന്നില്ലേ? നിങ്ങളുടെ ഭർത്താവ് എന്താ വായിൽ പഴമുഴുങ്ങിട്ട് നിൽക്കായിരുന്നു? എന്റെ ഭർത്താവിന് വായിൽ പഴമുഴുങ്ങല്ലേ? അത് നിങ്ങൾ ഈ രീതിയിൽ സംസാരിക്കേണ്ട കേട്ടാ. അവിടെ സംസാരിക്കേണ്ട കാര്യം ഇരിക്കില്ല. പിന്നെ എന്തിനിപ്പോ ഇങ്ങോട്ട് വിളിച്ചാണ്? അതെ, ആ ചേച്ചിന്റെ അനിയനാണ് ഞാന്. ശരി, നിങ്ങൾ ചേച്ചിയല്ലേ ഉള്ളൂ. ഞാൻ ചേച്ചിന്റെ അടുത്ത് ഇങ്ങോട്ട് വന്നിട്ടില്ലല്ലോ. കണ്ടോ, നാളെ ഇതേപോലെ തന്നെ ആയിരിക്കും. നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുന്ന ചെയ്യും? നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ നാളെ വാ. ഇവിടെ നിന്ന് ഞങ്ങളുടെ ശവം കൊണ്ട് കൊണ്ടുപോകേണ്ടി വരും. നിങ്ങൾ നാളെ വാ. നാളെ വരും ഇവിടെ. കറക്റ്റായി അടയ്ക്കുന്ന വ്യക്തിയാണ്. ഒരൊറ്റ അടവ് പെൻഡിങ് ആൾക്ക് വർക്കില്ലാണ്ട് ഞാൻ ആ ചേച്ചിന്റെ അടുത്ത് സംസാരിക്കാൻ വിളിച്ചു. നിങ്ങൾക്ക് സംസാരിക്കേണ്ട കാര്യമില്ലല്ലോ. നിങ്ങൾക്ക് സംസാരിക്കാൻ വല്ലതും ഉണ്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് ഡ്യൂട്ടി സമയത്ത് രാവിലെ 10 മണി മുതൽ 6 മണി വരെ വിളിക്കുക. അത് നിങ്ങൾ തീരുമാനിക്കേണ്ട ആവശ്യമില്ല. ആൾക്കാർ അടയ്ക്കുന്നോ നിങ്ങൾ തീരുമാനിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് വിളിക്കേണ്ട സമയം രാവിലെ 10 മണി മുതൽ ആ ഡ്യൂട്ടി സമയത്ത് നിങ്ങൾക്ക് വിളിക്കാൻ പറ്റുകയാണെങ്കിൽ വിളിക്കുക. നിങ്ങളുടെ വീട്ടിൽ കുടുംബനാഥനൊന്നും ഇല്ലേ? പറയുന്നത് നിങ്ങളുടെ അവിടെ കുടുംബനാഥന് മറ്റൊരൊന്നും ഇല്ലേ? അയാളെന്താ അവിടെ എന്റെ വായന കേൾക്കണ്ട. കുടുംബനാഥൻ പിന്നെ അവിടെ എന്തിനായിരിക്കുന്നത്? അത് നീ പറയണ്ട. നീ ആരാണ്? നീ ഇങ്ങനെ പറയണ്ട. നിങ്ങളുടെ അടുത്ത് ഞാൻ സംസാരിച്ചില്ല. നിന്റെ വീട്ടിൽ കുടുംബനാഥൻ ഉണ്ടാകുമ്പോ അത് എങ്ങനെ ഇരിക്കണം നീ സംസാരിക്കണ്ട കേട്ടാ. പ്രായപൂർത്തിയായ പെണ്ണ് പറയണേ. പിന്നെ പെൺകുട്ടികളുള്ള വീട്ടിൽ വന്നിട്ട് തന്ത ഉള്ളത് കൊണ്ടല്ലേ വീട്ടിൽ ഫ്രണ്ടിൽ നിന്നത്. തന്ത വർക്കില്ലാണ്ട് ഇരിക്കണ എനിക്കൊരു പണി കിട്ടിയപ്പോ ഞാൻ പോയതാണ്. എന്നെ വിളിക്കണം. എന്താ മനസ്സിലായി? നീ പറയണ്ട. വെന്തിട്ട് നിൽക്കണമെന്ന് നീ പറയണ്ട. നീ ഇങ്ങനെ അത് തീരുമാനിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ആ ചേച്ചിന്റെ അടുത്ത് സംസാരിച്ചു. നിന്റെ അടുത്ത് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഒരു വീട്ടമ്മയെ ഭീഷണിപ്പെടുത്തുന്ന ഓഡിയോ സംഭാഷണമാണ് നിങ്ങളിപ്പോൾ കേട്ടത്. അതായത് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സുരക്ഷ നൽകേണ്ട ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് ഒരു വീട്ടമ്മയോട് ഫോണിൽ സംസാരിച്ചുകൊണ്ട്
നിങ്ങൾ ചാകുന്നെങ്കിൽ ചത്ത് കാണിക്ക് എന്ന് പറഞ്ഞിരിക്കുന്നത്. സംഭവം ഇങ്ങനെയാണ്. പാലക്കാട്ടെ ഒരു വീട്ടമ്മ ഒരു മൈക്രോ ഫിനാൻസ് കമ്പനിയിൽ നിന്ന് ഒരു ലോൺ എടുക്കുന്നു. ആ ലോണിൻ്റെ ഒരു അടവ് അടച്ചു തീർക്കാൻ ബാക്കിയുണ്ട്. ലോൺ അടവ് എന്ന് പറയുമ്പോൾ ഭീമമായ തുക എന്നൊന്നും കരുതണ്ട, 752 രൂപ അത്രയേ ഉള്ളൂ. ഏതാണ്ട് 1000 രൂപയ്ക്ക് താഴെയുള്ള ഒരു അടവാണ് ഈ വീട്ടമ്മ അടയ്ക്കേണ്ടത്. എന്നാൽ ഈ അടവ് മുടങ്ങിയതിനെ തുടർന്ന് ഈ മൈക്രോ ഫിനാൻസ് ഏജന്റുകാർ വീട്ടിന് മുന്നിലെത്തി ഭീഷണിപ്പെടുത്തുകയും നാട്ടുകാരുടെ മുമ്പിൽ ഈ സ്ത്രീയെയും മക്കളെയും അപമാനിക്കുന്ന രീതിയിൽ സംസാരിക്കുകയും ചെയ്തു. ഇതേ തുടർന്ന് ഈ വീട്ടമ്മ ഏജന്റിനെ വിളിക്കുകയായിരുന്നു, അതായത് മൈക്രോ ഫിനാൻസ് കമ്പനിയിലെ ഏജന്റിനെ വിളിക്കുകയായിരുന്നു. ഏജന്റിനെ വിളിച്ചപ്പോൾ ഏജന്റിന്റെ സഹോദരനായ പോലീസ് ഉദ്യോഗസ്ഥൻ ഫോൺ എടുക്കുകയും ഫോണിൽ ഇത്തരത്തിലുള്ള ഭീഷണിയുടെ സ്വരത്തിൽ സംസാരിക്കുകയും ചെയ്തു. ചാവുന്നെങ്കിൽ ചത്ത് കാണിക്കുക എന്നതടക്കമുള്ള വാക്കുകളാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥൻ ഉപയോഗിച്ചത്. ഏതായാലും സംഭവത്തിൽ ഈ വീട്ടമ്മയുടെ പരാതിയെ തുടർന്ന് കുട്ടികുളങ്ങര പോലീസ് ക്യാമ്പിലെ പോലീസ് ഉദ്യോഗസ്ഥനായ അജിത്തിനെതിരെ ആലത്തൂർ പോലീസ് FIR സ്വീകരിച്ചിട്ടുണ്ട്. കേസിലെ 4ാമത്തെ പ്രതിയാണ് അജിത്ത്. കേരള സർക്കാർ അടക്കം ഈ മൈക്രോ ഫിനാൻസ് കമ്പനികൾക്കെതിരെ വലിയ രീതിയിൽ യുദ്ധം നടത്തുന്ന ഒരു സാഹചര്യത്തിലാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ ഒരു മൈക്രോ ഫിനാൻസ് കമ്പനിയുടെ ജീവനക്കാരൻ എന്ന രീതിയിൽ ഈ വീട്ടമ്മയോട് സംസാരിക്കുന്നതും ഭീഷണിപ്പെടുത്തുന്നതും. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.